അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, എപ്പോഴും ബി.ജെ.പി. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വിലയിരുത്തുന്ന ഒരു കാര്യം, ഈ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഓടി നടന്ന് മത്സരിച്ചിട്ട് കാര്യമില്ല. ഉദാഹരണം, ശോഭാ സുരേന്ദ്രൻ തന്നെ പല മണ്ഡലങ്ങളിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. എല്ലായിടത്തും അവർക്ക് വോട്ട് കൂട്ടാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 5 വർഷവും അവിടെ നിന്നാൽ ഇതിനേക്കാൾ വലിയ ഗുണമുണ്ടാകും എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ട്. ഉദാഹരണത്തിന് സ്മൃതി ഇറാനി അമേഠിയിൽ ഇത്തവണയല്ല, അതിന് മുമ്പത്തെ തവണ ജയിച്ചതുപോലെ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അങ്ങനെ വന്നതാണ്. പക്ഷേ ബി.ജെ.പിയിൽ ഇത് കേരളത്തിൽ സാധിക്കുന്നില്ല. സുരേന്ദ്രൻ തന്നെ 89 വോട്ടുകൾക്ക് തോറ്റതിന് ശേഷം മഞ്ചേശ്വരത്തിൽ നിന്ന് മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറുകയായിരുന്നു. ഇങ്ങനെ ഓടി നടന്ന് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് വൈകിപ്പോയില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി 1 വർഷത്തിൽ താഴെയേ ഉള്ളൂ. ഇനിയിപ്പം ഒരു 10 മാസത്തോളം ഉണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഇനി എന്ത് തന്നെയായാലും ഇപ്പൊ ബി ജെ പി എടുത്ത ഈ തീരുമാനം തീർത്തും ഉചിതമാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെ തന്നെയാണ് വേണ്ടതും. ഇത് വളരെ നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു, അങ്ങനെ പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്ന ഒരു പരാതിയും എന്നെ പോലുള്ളവർക്കുണ്ട്. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ അത് ചെയ്തത് വളരെ കാര്യം. ഇത് വളരെ കൃത്യമായി സ്മൃതി ഇറാനിയുടെ ഇതിലേക്കൊന്നും പോകണ്ട. ഇവിടെ കേരളത്തിൽ തന്നെ അത് വളരെ വ്യക്തമായ ഒരു കാര്യമല്ലേ സുരേഷ് ഗോപിയുടെ കാര്യത്തില്. ഇത്രയും 5 വർഷം അദ്ദേഹം തുടർച്ചയായി ഇവിടെ വർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ് 2024 കണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ ക്ഷമയോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി കൃത്യമായിട്ടൊരു മണ്ഡലം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമാണ്. കാര്യം ഇയാളായിരിക്കണം ഞങ്ങളുടെ ജനപ്രതിനിധി എന്ന ഒരു തോന്നൽ അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാകും. അല്ലാതെ ഇപ്പൊ കണ്ടു, ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇയാളെ ഇവിടെ കാണില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആ വിശ്വാസം വരാൻ കുറച്ച് പ്രയാസമാണത്. എന്തായാലും ഇത് വൈകി എന്നുള്ളതൊരു സത്യമാണ്. എങ്കിൽ പോലും വൈകിയാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അത് വളരെ നല്ലതാണ്. പിന്നെ എന്നാലും കുഴപ്പമില്ല, ഒരുപാടൊന്നും വൈകിട്ടില്ല. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 മാസത്തോളമുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാനുള്ള സമയമുണ്ട്. കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വളരെ കഷ്ടപ്പെട്ട് പകലില്ലാതെ 24/7 പ്രവർത്തിക്കേണ്ടി വരും. അതിനുള്ള ഒരു സംഘടനാ യന്ത്രമൊക്കെ ബി.ജെ.പിക്കും സംഘപരിവാറിനും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ റിസൾട്ട് തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ പല മണ്ഡലങ്ങളും ഇങ്ങനെ, ഇപ്പോൾ എ ക്ലാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പെട്ടതായിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലം. അവിടെ കെ മുരളീധരനുമായിട്ട് നേരിയ വ്യത്യാസത്തിൽ തോറ്റയാളായിരുന്നു കുമ്മനം രാജശേഖരൻ. അപ്പോൾ അവിടെ സാധ്യത നിലനിന്ന സ്ഥാനത്ത് നിന്നാണ് പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആ മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറെ പിന്നോക്കം പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മണ്ഡലം ഒരു ഉദാഹരണം തന്നെയാണ്. അവിടെയൊക്കെ ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം ബി.ജെ.പിക്ക് ഉണ്ടായിക്കഴിഞ്ഞു. സംഘടനാ തലത്തിൽ പോലും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു. വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന CPM കയറി വന്ന് അടുപ്പിച്ച് ജയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഇത് ഒരു ദൗർബല്യമായി പോയില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ? അതിൽ നിന്ന് കയറി വരിക എന്ന് പറയുന്നത്, ഈ പറയുന്ന 10 മാസം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു കാലയളവാണ്. ഇല്ല, 10 മാസം കുറഞ്ഞ നമ്മളത് അതിനെ സമീപിക്കുന്നതുപോലെ ഇരിക്കും. എന്തായാലും ഇനിയിപ്പോ പണ്ട് സംഭവിച്ചു പോയ മിസ്റ്റേക്കുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ച് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടതാണല്ലോ. അതാണല്ലോ ബി.ജെ.പി. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും 10 മാസമേ ഉള്ളൂ എന്നതിൽ എന്നും വേണമെങ്കിൽ കരുതാം, 10 മാസം ഉണ്ടല്ലോ എന്നും കരുതാം. എന്തായാലും ഈ കേരളത്തിലെ ബി.ജെ.പിയുടെ ആ ഒരു പുതിയ നേതൃത്വം വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി, കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി ആ ഒരു കാര്യങ്ങൾ നീക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവിടെ വേറെ താല്പര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായ ചില ദൗത്യങ്ങളുണ്ട്. ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കളും അവരും പ്രവർത്തകരുമെല്ലാം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. ഇലക്ഷൻ കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരാണ് ബി.ജെ.പിക്കാർ എന്ന ഒരു പ്രചരണം, അങ്ങനെ ഒരു ധാരണ കുറച്ചെങ്കിലും ആൾക്കാർക്കുണ്ട്. അത് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ രീതിയിൽ അത് ഇനിയും മാറാൻ പോകുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ വലിയ ഒരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ്. എന്തായാലും അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ.
മഞ്ജുഷേ. ശരി ശരി ശ്രീ ഷാബു പ്രസാദ്, എന്തായാലും 2 മണ്ഡലങ്ങളുടെ ചുമതല ഒരു നേതാവിന് നൽകുക എന്നുള്ളതാണ് പുതിയ തന്ത്രം. BJPയുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലായിരിക്കും ഇത് പരീക്ഷിക്കുക. എന്നിട്ട് ആ മണ്ഡലങ്ങളിൽ പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടനം നന്നായാൽ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുവാൻ ആ നേതാവിന് സാധ്യത കൂടുന്നു എന്ന രീതിയിലാണ്. ഒരു മണ്ഡലത്തിൽ തന്നെ ഒന്നിലധികം നേതാക്കൾക്കും ചുമതല നൽകുന്നുണ്ട്. ഇതൊരു മത്സരബുദ്ധിയോടുകൂടി തന്നെ പ്രവർത്തിക്കുവാനുള്ള അവസരം കൂടിയാണല്ലോ ശ്രീജിത്ത് നൽകുക. മിക്കവാറും മണ്ഡലങ്ങളിൽ അങ്ങനെ വേണ്ടി വരികയും ചെയ്യും. കാരണം ഇപ്പോൾ തന്നെ ഒന്നിലേറെ പേരുകൾ ഒരേ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ട്. അവർക്ക് തന്നെ ആ മണ്ഡലങ്ങളുടെ ചുമതല നൽകുവാൻ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും തീരുമാനം വരുന്നത്. തീർച്ചയായും അങ്ങനെയാണ് മഞ്ജുഷ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നൽകുന്ന മുതിർന്ന നേതാക്കളുടെ അടക്കമുള്ള പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്ത് എന്നുള്ളത് നവംബർ മാസത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. ഇവരുടെ പ്രവർത്തനം ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലം അല്ലല്ലോ എല്ലാം. ഈ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങളിലാണ് മുതിർന്ന നേതാക്കൾക്ക് തന്നെ സീറ്റ് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അവിടെ പരമാവധി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തൊട്ടടുത്ത് കിടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പാർട്ടിയുടെ മാത്രമല്ല ഈ വ്യക്തികളുടെയും കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം എന്നുള്ളതാണ്. ഇതിന്റെ പിന്നിൽ ഒരു സ്ട്രാറ്റജിക്ക് പിന്നിൽ അങ്ങനെ ഒരു തന്ത്രം കൂടിയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ കാര്യമായി മുന്നോട്ട്. ഇപ്പോൾ തൃശ്ശൂരിന്റെ കാര്യത്തിൽ BJPക്കുള്ളത് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചുമതല ഒന്നിലധികം നേതാക്കൾക്കുണ്ടാകും. ആ നേതാക്കളുടെ വലിയ പ്രവർത്തനത്തിലൂടെ, ആ സാന്നിധ്യത്തിലൂടെ, വലിയ പ്രചരണത്തിലൂടെ, കേന്ദ്ര നേതാക്കളുടെയൊക്കെ പ്രചരണത്തിലൂടെ ആ മണ്ഡലം പരമാവധി ആ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രം അവിടെ പയറ്റേണ്ടി വരും. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ വീണ്ടും ജയിച്ച് കാണിക്കുക എന്നുള്ളത്. ഈ ഇരട്ട വോട്ട് ആരോപണം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിസന്ധിയിൽ ഒരുപക്ഷെ നിൽക്കുന്ന സ്ഥലം തൃശ്ശൂരാണ്. അങ്ങനെ ഈ നേതാക്കൾ പെട്ടെന്ന് വന്ന് തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിച്ച് പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് റിസൾട്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു പരീക്ഷണ കൂടിയായി ഫലത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. അതും അമിത്ഷാ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് നേതാക്കൾക്ക് മണ്ഡലങ്ങളുടെ ചുമതല നൽകുന്നത് എന്നുള്ളതാണ്. ഈ ആദ്യഘട്ടത്തിൽ ഭാരവാഹിത്വത്തിൽ പലർക്കും സ്പേസ് കിട്ടാതിരുന്ന സമയത്ത് സംസ്ഥാന ഭാരവാഹിയാകുക എന്നുള്ളതല്ല, നിങ്ങൾ താഴെ തട്ടിലേക്ക് പോയി പ്രവർത്തിച്ച് അവിടെ വിജയിച്ച് കാണിക്കൂ എന്നുള്ളതാണ് അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ നേതാക്കളോട് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫലത്തിൽ അങ്ങനെ BJPയെ സംബന്ധിച്ച് ഇതൊരു സംസ്ഥാന ചുമതലയുടെ പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഉള്ള നേതാക്കളെല്ലാവരും താഴെ തട്ടിലാണ് പ്രവർത്തിക്കേണ്ടി വരിക. അങ്ങനെ ആ നിലയിൽ കൂടി ഇതിനൊരു ഫലത്തിലൊരു മാറ്റം വരികയാണ്. മഞ്ജുഷ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലങ്ങളിൽപ്പെട്ട തദ്ദേശ വാർഡുകളുടെ ചുമതലയിലേക്കാണ് പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നത്. എന്നിട്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായിരിക്കും മത്സരിക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ശ്രീ മിഥുൻ വിജയകുമാർ കൂടി ചേരുകയാണ്. ശ്രീ മിഥുൻ, താഴെ തട്ടിലുള്ള നേതാക്കളുടെ പ്രവർത്തനം വിപുലീകരിക്കുക എന്നതിനുപരി അവരുടെ സ്വാധീനം കൂട്ടുക, അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് ഈ നേതാവാണ് എന്നുള്ള സന്ദേശം നൽകുക, ഈ തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?